നമസ്തേ. മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്ററിന്റെ ഷുഗർ റിവേഴ്സ് ഓൺലൈൻ ക്ലാസ്സിലെ ഒരു വിഷയമാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത്? അതിലൊന്ന് പറയാനുള്ളത്, അതിസർവത്ര വർജ്ജേന അധികമായാൽ അമൃതം വിഷം. അധികം എന്ന് പറയുന്നതിന്റെ അളവ് കൂടിയാലും അളവ് വളരെ കുറഞ്ഞാലും രണ്ടും നമുക്ക് വിഷമായിട്ട് വരും. ഈ ഒരു പരിധിവരെ പ്രമേഹം ഉണ്ടാവാനുള്ള കാരണം ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റിന്റെ ആധിക്യമാണ്. അതുപോലെ മറ്റ് പച്ചക്കറികളിലെയും ഇലക്കറികളിലെയും പഴങ്ങളിലൊക്കെ കുറവുമാണ്. അതായത് ന്യൂട്രീഷൻ ഇംബാലൻസ് ആണ് രോഗത്തിന്റെ കാരണം. അപ്പൊ ഏതെങ്കിലും പോഷകാംശം കൂടുകയും ചെയ്താലും കുറയും. അപ്പൊ ഒരു ബാലൻസ്ഡ് ഡയറ്റ്, ഒരു സമ്മിശ്രിതമായിട്ടുള്ള ആഹാര രീതിയിലേക്ക് വരണം. ആകുന്നത്ര വ്യത്യസ്തമായിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കണം. കാരണം ഒരു ആഹാരത്തിൽ നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള എല്ലാം കിട്ടില്ല. പലതരം ആഹാരങ്ങൾ കഴിക്കണം. ഇതാണ് ആദ്യം പഠിക്കാനുള്ളത്. രണ്ടാമത്, പിന്നെ ആഹാരം കൂടരുത്. ആഹാരം കൂടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇന്റേണൽ ഓർഗൻസിന്റെ പണി എല്ലാം ആമാശയത്തിന്റെ ആണെങ്കിലും കുടലിന്റെ ആണെങ്കിലും ലിവറിന്റെ ആണെങ്കിലും കിഡ്നിയുടെ പണി കൂടും. അത് നമുക്ക് ആരോഗ്യക്ഷയത്തിന്. അപ്പൊ ആഹാരം നമ്മൾ കൂടുതൽ എത്രത്തോളമാണ് നമുക്ക് അധ്വാനിക്കണത്, എത്രത്തോളം കലോറി നമുക്ക് വേണ്ട, എന്തെല്ലാം കാര്യം ചെയ്യണത്, അതിനനുസരിച്ചുള്ള ആഹാരം നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. ഒരിക്കലും ഓവർ ഈറ്റിംഗ് പാടില്ല. അതുപോലെ ആഹാരം വെള്ളം കുറയുകയും ചെയ്യരുത്. വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസ് കിട്ടില്ല. അപ്പൊ നമുക്ക് പ്രവർത്തികൾ ചെയ്യാൻ സാധിക്കില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ലോകത്തുള്ള പ്രധാന പ്രശ്നം ആഹാരത്തിന്റെ കുറവല്ല. ഒരു 50 വർഷം മുമ്പ് ദാരിദ്ര്യം കൊണ്ട് ആളുകൾ മരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ആളുകൾ മരിക്കുന്നത് മുഴുവൻ ആഹാരത്തിന്റെ ആധിക്യം കൊണ്ടാണ്. അമിതമായിട്ടുള്ള ആഹാരത്തിന്റെ ഫലമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇന്ന് ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ആഹാരം ഒരിക്കലും കൂടാതെ നോക്കണം, വളരെ കുറയാതെ നോക്കണം. ഒരു മധ്യമ മാർഗം, ഒരു മിഡീവൽ ഒരു ലെവലിലേക്ക് വരണം. രണ്ടാമതിന് വെള്ളത്തിന്റെ കാര്യമാണ്. വെള്ളവും അതുപോലെ തന്നെയാണ്. വെള്ളം സാധാരണ പറയാറ് ഒരു 25 കിലോ ശരീരഭാരം 1 ലിറ്റർ വെള്ളം, ഒരു 75 കിലോ ഉള്ള 3 ലിറ്റർ വെള്ളം കുടിക്കണം എന്നാണ് പറയാറുള്ളത്. അതെപ്പോഴും അത് ആപ്ലിക്കബിൾ അല്ല. കാരണം ഇപ്പോൾ തണുപ്പുള്ള സമയത്തോ അല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ വെള്ളം കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. ചൂട് സമയത്ത് കുറച്ച് വെള്ളം കൂടുകയും ചെയ്യണം. വെള്ളം വളരെ കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. ചില ആളുകൾ വെള്ളം കുടിച്ചാൽ ആരോഗ്യം ഉണ്ടാകുന്നതിന് 6, 7, 8, 10 ഒരിക്കലും അങ്ങനെ നമ്മൾ കഴിക്കരുത്. കാരണം അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നിയുടെ ലോഡ് കൂടും. അതുപോലെ ശരീരത്തിന് മിനറൽസ് നഷ്ടപ്പെട്ടു പോകും. ശരീരത്തിന് മുഴുവൻ വർക്കും വർദ്ധിക്കും. കഴിച്ച വെള്ളം എങ്ങനെയും പുറത്തു കളയണ്ടേ. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾക്ക് ഒരിക്കലും അങ്ങനെ പാടില്ല. അതുപോലെ വളരെ കുറച്ച വിഷയമാണ്. കുറച്ച് ഈ ശരീരത്തിലുള്ള ശരീരത്തിൽ വാട്ടറിൽ നമ്മളുടെ ബ്ലഡിലുള്ള ഡെൻസിറ്റി കുറഞ്ഞു പോകും. നമുക്ക് പ്രഷർ കുറഞ്ഞു പോകും. അതുപോലെ ശരീരത്തുള്ള ഈ മാലിന്യങ്ങൾ, ടോക്സിനുകൾ പുറന്തള്ളാനുള്ള വിഷമം വരും. അതുകൊണ്ട് തലവേദന, പലതരം പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് വെള്ളം വളരെ കുറയുകയും ചെയ്യരുത്, വളരെ കൂടുകയും ചെയ്യരുത്. ഏത് വെള്ളം കുടിക്കണം നിങ്ങൾ ചോദിക്കും. വെള്ളം ഏറ്റവും നല്ല വെള്ളം നല്ല കിണറിലെ വെള്ളമാണ്, പച്ചവെള്ളമാണ്. പച്ചവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ, ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ മത്സ്യം പോകും. ചൂടാക്കി തണുപ്പിച്ചാറ്റിയ വെള്ളം, എന്നിട്ട് ഓക്സിജൻ ഇല്ല, പ്രാണവായു ഇല്ല. അപ്പൊ എപ്പോഴും നമുക്ക് നല്ലത് പച്ചവെള്ളമാണ് എന്നെനിക്ക് പറയാനുള്ളത്. അത് നോർമൽ ടെമ്പറേച്ചറിൽ കഴിക്കണം. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ടെമ്പറേച്ചർ കുറഞ്ഞ വെള്ളം ഒരിക്കലും കഴിക്കരുത്. ആവുന്നത്ര ചൂടൻ വെള്ളം കഴിക്കാതിരിക്കുക. ഇനി കിണറിൽ നല്ല വെള്ളം കിട്ടാനില്ലെങ്കിൽ നിങ്ങൾ പൈപ്പ് വെള്ളമൊക്കെ ആണെങ്കിൽ ആ പൈപ്പ് വെള്ളം തലേ ദിവസം പിടിച്ച് ഒരു 8 or 10 മണിക്കൂർ പിടിച്ചു വെച്ചാൽ ആ ക്ലോറിനൊക്കെ കൂടെ നഷ്ടപ്പെട്ടു പോകും. അതിനുശേഷം അത് ചൂടാക്കിയിട്ട് തണുപ്പിച്ച് നിങ്ങൾക്ക് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയാണ് വെള്ളത്തിന്റെ. പിന്നെ വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആഹാരത്തിനോടൊപ്പം പലപ്പോഴും വെള്ളം കുടിക്കാതിരിക്കുക. കാരണം നമ്മളെ ഈ ആമാശയത്തിലുള്ള ആസിഡാണ് നമ്മളെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യണത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ധാരാളം വെള്ളം കുടിക്കുകയും ആഹാരം കഴിക്കുകയും ചെയ്യുന്നത് അത് ന്യൂട്രലൈസ് പോകും. നമുക്കറിയാം, ആസിഡിലേക്ക് വെള്ളം ഒഴിച്ചാൽ അതിന്റെ ഡെൻസിറ്റി കുറഞ്ഞു പോകും. അപ്പൊ ദഹിപ്പിക്കാനുള്ള ശേഷി കുറഞ്ഞു പോകും. പുളിച്ചു കയറല്, നെഞ്ചരിച്ചില്, ഗ്യാസ്, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ആകുന്നത്ര നമ്മൾ വെള്ളം ആഹാരത്തിന് 1 മണിക്കൂർ മുമ്പോ ആഹാരത്തിന് ശേഷം 1 മണിക്കൂർ മുമ്പോ ശേഷമോ കഴിക്കുക. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാതിരിക്കുക. പിന്നെ മനസ്സിലാക്കേണ്ടത്, ലിക്വിഡ് ആയിട്ടുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കുമ്പോൾ വെള്ളത്തിന്റെ അളവ് കുറയ്ക്കാം. നമുക്ക് ഈ വാട്ടർ കൂടുതൽ വെള്ളം കഴിക്കുമ്പോൾ നമ്മൾ അതിന്റെ അളവ് കുറയ്ക്കാം. ആ കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ മറ്റൊരു കാര്യം, ഉറക്കത്തെ കുറിച്ചല്ല. ഉറക്കം നമുക്ക് ഒരു സാധാരണഗതിയിൽ ഒരാളൊരു 6 മണിക്കൂറെങ്കിലും ഉറങ്ങണം. നമ്മൾ 10 മണിക്ക് കിടന്നാൽ 11, 12, 1, 2, 3, 4, 5 മണി വരെ ഒരു 7 മണിക്കൂറൊക്കെ ഉറങ്ങിയാൽ മതി. അത്രേ ആവശ്യമുള്ളൂ. നമ്മുടെ പ്രധാനമന്ത്രി ഉറങ്ങുന്നത് 4 മണിക്കൂറാണ്. അദ്ദേഹം എത്രയോ ആരോഗ്യത്തോടെ വർക്ക് ചെയ്യണം. അപ്പോൾ ഈ ഉറക്കവുമായിട്ട് ബന്ധമില്ല. നമ്മൾ ഉറക്കത്തിന് അളവ് കൂടി കഴിഞ്ഞാൽ സ്വപ്നം കൂടുതൽ വരും. സ്വപ്നം, ജാഗ്രത, സുഷുപ്തി എന്ന് 3 അവസ്ഥയുണ്ട് സ്വപ്നത്തിന്, ഈ ഉറക്കത്തിന്. അപ്പൊ നമ്മളിങ്ങനെ കൂടുതൽ സമയം ഉറങ്ങി കഴിഞ്ഞാൽ ശരീരത്തിന് ആവശ്യമുള്ള കൂടുതൽ കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മയങ്ങി കിടക്കുകയുള്ളൂ. അതിന് ഉറക്കം പറയാൻ പറ്റില്ല. അതൊരു സ്വപ്നാവസ്ഥയാണ്. പിന്നെ സുഷുപ്തി അവസ്ഥയുണ്ട്. അതാണ് സുഖം കിട്ടുന്നത്. അതപ്പോഴാണ് ശരീരത്തിലുള്ള പുതിയ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതും ജോയിൻമെന്റ് ഒക്കെ നടക്കുന്നതും റീകൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്ന ആ സമയത്താണ്. അത് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഇതിപ്പോ നമ്മള് നിങ്ങളുടെ ഉറക്കം നിങ്ങളിപ്പോൾ 10 മണിക്കൂറോ ഉറങ്ങണോ 8 മണിക്കൂറോ 7 മണിക്കൂറോ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരീരം അതായിട്ട് പൊരുത്തപ്പെട്ടോളും. കാരണം ശരീരം അനുസരിച്ചിട്ട് ഒരു ക്ലോക്ക്, നമ്മുടെ ഒരു ബോഡിക്ക് ഒരു ക്ലോക്ക് ഉണ്ട്. ആ ക്ലോക്ക് കറക്റ്റായിട്ട്
പ്രവർത്തിച്ചോളും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഉറക്കത്തെ അഡ്ജസ്റ്റ്. ഞാൻ ഉറങ്ങുന്നത് ഒരു 6 മണിക്കൂർ ഉറങ്ങാറുള്ളൂ. 10 മണിക്ക് കിടന്നാൽ 11, 12, 1, 2, 3, 4 മണിക്ക് എഴുന്നേൽക്കും. ഇതൊരു 10-20 വർഷമായിട്ട് എഴുന്നേൽക്കും. അതുകൊണ്ട് ഒരു ആരോഗ്യ പ്രശ്നം നമുക്കില്ല. കാരണം അങ്ങനെ ആ സമയവും നമ്മൾ മറ്റു നല്ല കാര്യത്തിന് വേണ്ടി ചിലവഴിക്കുക. വായിക്കാനോ പഠിക്കാനോ എഴുതാനോ അങ്ങനെ എന്തെങ്കിലും യോഗ ചെയ്യാനോ അങ്ങനത്തെ കാര്യത്തിന് ഉപയോഗിക്കുക. ചുമ്മാ കിടന്ന് ഉറങ്ങി സമയം കളഞ്ഞിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് ശരീരത്തിന് ആരോഗ്യ പ്രശ്നം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അധികമായിട്ടുള്ള ഉറക്കവും അതുകൊണ്ട് ഉറക്കം വളരെ കുറഞ്ഞാലും പ്രശ്നമാണ്. അങ്ങനെ അതും പ്രശ്നം. അതുപോലെ നമ്മൾ പരമാവധി നേരത്തെ കിടക്കുക, നേരത്തെ എഴുന്നേൽക്കുക. ഒരു 10 മണിക്കെങ്കിലും കിടന്നുറങ്ങുക. ഒരു 5 മണിക്കോ അല്ലെങ്കിൽ 4 മണിക്കോ 6 മണിക്കോ ഉണരുക. ഇതായിരിക്കും നല്ല ഒരു രീതി. അതുപോലെ മറ്റൊന്ന് നമ്മളുടെ അധ്വാനത്തെക്കുറിച്ചാണ്. ഓവറായിട്ടുള്ള അധ്വാനം നമുക്ക് ശരീരത്തിന് ദോഷമുണ്ടാക്കും. ശരീര കലകളുടെ നാശത്തിന് കാരണമായി തീരും. ഒട്ടും വർക്ക് ചെയ്യാണ്ടിരുന്നാലും ജഡത്വവും ആലസ്യവും നിദ്രയും ഒക്കെ പെരുകും. നമുക്കിങ്ങനെ പിത്തം പിടിക്കുക എന്ന് പറയില്ല നമ്മൾ, പിത്തം പിടിക്കാൻ വലിക്ക് വരും. ശരീരത്തിന് ആവശ്യമായ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാണ്ട് വരും. നമ്മുടെ പേശികളുടെ ജോയിന്റുകളുടെ പ്രവർത്തനം ഇല്ലാത്ത അവസ്ഥയിൽ വരും. പിന്നെ മനസ്സ് തന്നെ മടുത്തു പോവും. അങ്ങനെ നമ്മൾ മൂഡ് ഔട്ടായി തീരും. അതുകൊണ്ട് നമ്മൾ വളരെ അധികം വർക്ക് ചെയ്യാതിരിക്കുക. അധികം കഠിനമായിട്ട് അധ്വാനം, നമ്മുടെ ശരീരത്തിന് പറ്റിയ അധ്വാനം ചെയ്യുക. വളരെ കുറച്ച് അത് ഒട്ടും വർക്ക് ചെയ്യാതിരിക്കുക. അതും വിഷയമാണ്. പകലുറക്കവും പരമാവധി കുറയ്ക്കുക. പിന്നെ പ്രായ ആളിലൊക്കെ ആണെങ്കിൽ ഒരു 1/2 മണിക്കൂർ കിടന്നാലും കുഴപ്പമില്ല. പിന്നെ ആഹാരം കഴിച്ചാൽ നമ്മൾ റെസ്റ്റ് എടുക്കണം. അത് ആവശ്യമാണ്. ആഹാരം കഴിച്ചാൽ എപ്പോഴും റെസ്റ്റ്. കാരണം ഈ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ശരീരത്തിന് കുറച്ച് ഊർജ്ജം ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ കഠിനമായിട്ട് അധ്വാനം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന് ദഹനത്തിന് തടസ്സം ഉണ്ടാവും. അപ്പോൾ നമ്മൾ 10 മണിക്ക് അല്ലെങ്കിൽ 1 മണിക്ക് ആഹാരം കഴിച്ചു, ഒരു 1/2 മണിക്കൂർ നേരം ഇരുന്ന് വിശ്രമിക്കുക. അത് നല്ലതാണ്. ഇനി കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ഇടത്തോട്ട് തിരിഞ്ഞ് കിടക്കണം. അത് ഡൈജഷന് ശ്വാസോച്ഛ്വാസമൊക്കെ കറക്റ്റ് ആവാൻ നല്ലതാണ്. അതുപോലെ നിങ്ങൾക്ക് കുറച്ച് നേരം വജ്രാസനത്തിരിക്കാൻ നല്ലതാണ്. വജ്രാസനം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. വജ്രാസനത്തിൽ കുറച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ അബ്ഡോമിനൽ ബ്രീത്തിങ് കിടക്കും. ഡൈജഷൻ വളരെ നന്നാവാൻ നല്ലതാണ്. അതുപോലെ നമ്മൾ ചില മുദ്രയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ആദ്യ മുദ്രയൊക്കെ പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഡൈജഷൻ കൂടും. അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ, വയറിലെ പ്രശ്നങ്ങൾ കുറഞ്ഞു വരും. മറ്റൊരു വിഷയം നമ്മളുടെ വ്യായാമമാണ്. വ്യായാമം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രമേഹമുള്ളവർ അധികം നടക്കലാണ്. നടക്കൽ പൂർണ്ണ വ്യായാമമല്ല. അത് ചില ആളുകൾ 8-10 കിലോമീറ്റർ നടക്കും. അത് അങ്ങനെ നടക്കരുത്. കൂടുതൽ ഒരു 3-4 കിലോമീറ്റർ കൂടുതൽ നടക്കേണ്ട ആവശ്യമില്ല. നടക്കൽ കൊണ്ട് നമ്മളെ ഈ അരയ്ക്ക് കീഴ്പോട്ട് മാത്രമേ വ്യായാമം കിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാം ഷുഗർ മാറും വിചാരിക്കരുത്. ഈ നടക്കുന്നവർക്ക് ഈ പ്രശ്നം മുഴുവനുണ്ട്. അതിന്റെ കാരണം ബാക്കി ഭാഗത്തൊന്നും വ്യായാമം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇരുന്നും കിടന്നും നിന്നുമുള്ള വ്യായാമം ആവശ്യമാണ്. അതാണ് നിങ്ങളിവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ചില ആൾ പറയും നടക്കണ്ട സാറേ 10 കിലോമീറ്റർ. അങ്ങനെ 10 കിലോമീറ്റർ നടന്നതിന് കുറച്ച് മുട്ടുവേദന ഉണ്ടാവും, പാകത്തിന് പ്രശ്നം ഉണ്ടാവും. അങ്ങനെ ഒരുപാട് നടക്കരുത്. മറ്റൊന്ന്, സെക്സിനെ കുറിച്ചിട്ട് പലരും ചോദിക്കാറുണ്ട്. പലപ്പോഴും സെക്സ് വീക്കായിത്തീരും പ്രമേഹമുള്ളവർ. നമുക്ക് ന്യൂറോപ്പതി വരും. ന്യൂറോപ്പതി വന്നാൽ ന്യൂറോപ്പതിയും വരും, അതുപോലെ ആൻജിയോപ്പതിയും വരും. നമ്മുടെ ഞരമ്പുകളും നാടുകളും വീക്കാവുമ്പോൾ ഇറക്ഷൻ്റെ പ്രശ്നം വരാം. സ്ത്രീകൾക്കാണെങ്കിൽ ഓർഗാസത്തിന് ഇല്ലാതെ വരും. അങ്ങനെ ഒരു സെക്ഷൽ ലൈഫിൽ നിന്ന് പലപ്പോഴും പ്രമേഹമുള്ളവർ ഔട്ടാവുക പതിവ്. സ്വയം അവരങ്ങ് 1-2 പ്രാവശ്യം അത് സാധിക്കാതെ വരുമ്പോൾ സ്വയം നമ്മൾ വേണ്ടാന്ന് വെക്കും. പിന്നെ പൊതുവെ താല്പര്യം കുറയും. കാരണം ഒരു പ്രമേഹമുള്ള ഒരാളെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ മറ്റ് പല രോഗങ്ങളുണ്ടാവും. അപ്പോൾ രോഗവുമായിട്ടുള്ള യുദ്ധമാണ് ശരീരം. ശരീരത്തിന് സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള നിർമ്മാണ പ്രവർത്തനത്തിൽ തിരികെ. ഇതൊരു സെക്സ് എന്ന് പറയുന്ന നിർമ്മാണ പ്രവർത്തനമാണ്. അടുത്ത തലമുറയെ സൃഷ്ടിക്കാനുള്ള ഒരു പ്രക്രിയയിൽ ഏർപ്പെടുന്നതിനാണ് നമ്മൾ സെക്സ് എന്ന് പറയുന്നത്. ഇതിന് ശരീരം തയ്യാറാവണമെങ്കിൽ ശരീരത്തിന് മറ്റ് പ്രശ്നങ്ങൾ തീർക്കണം. പക്ഷേ ശരീരത്തിന് അതിന് നേരമില്ലായിരുന്നു. നമ്മുടെ പ്രഷർ കൂടുതലാണ്, അതിന് മരുന്ന് കഴിക്കുന്നു, കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നു, ഫാറ്റി ലിവറിന്, ഇങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരീരം ഈ മരുന്നുമായിട്ട് യുദ്ധത്തിലെപ്പോഴും. അപ്പോൾ പൊതുവെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ പല മരുന്ന് കഴിക്കുന്നവർക്ക് ഇതിൻ്റെ സെക്സിനോട് താല്പര്യം പൊതുവെ കുറഞ്ഞു വരും. മനസ്സിൽ നമുക്ക് തോന്നും, പക്ഷെ നമുക്ക് സെക്സിൽ താല്പര്യമില്ലാതെ വരും, ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് വരും. അതുപോലെ ഈ കൊളസ്ട്രോളിന് കഴിക്കുന്ന മരുന്ന്, പ്രഷറിന് കഴിക്കുന്ന മരുന്നും ഹാർട്ടിന് കഴിക്കുന്ന മരുന്നും ഒക്കെ ഇതിന് ഈ സെക്സ് ഹോർമോൺസിൻ്റെ ഉൽപ്പാദനത്തെ തടയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടും പുറകോട്ട് പോകും. അതുകൊണ്ട് വേണ്ടത് നമ്മൾ ശരിയായ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് വന്നിട്ട് നമ്മൾ ഇത്തരം രോഗങ്ങളെ മരുന്ന് പരമാവധി കുറയ്ക്കുക. മരുന്ന് വേണ്ടെന്നല്ല പറഞ്ഞാൽ എത്രത്തോളം മരുന്ന് കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം മരുന്ന് കുറച്ച് ജീവിക്കുക. അതാണ് നല്ലത്. ഇനി മരുന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു ശരീരത്തെ സഹായിക്കുന്ന സാധനമല്ല. ശരീരത്തെ സംബന്ധിച്ചതും മരുന്ന് ടോക്സിനുകളാണ്. പിന്നെ നല്ല മരുന്നുണ്ട്. ഇപ്പോൾ കൃതങ്ങൾ കഴിക്കാം, നെയ്യുകൾ കഴിക്കാം, ചില നല്ല ഈ സോഡിയം മെൻസോയൊക്കെ ചേർക്കാതെ കിട്ടുന്ന അരിഷ്ടങ്ങൾ കഴിക്കാം. അതുപോലെ ചില നല്ല ലേഹ്യങ്ങൾ കഴിക്കാം, നല്ല ചില ചൂർണങ്ങളുണ്ട്, ഇങ്ങനെ നല്ല സാധനങ്ങൾ കഴിക്കാം. അതുപോലെ വിറ്റാമിൻ ഗുളികകളും ഒക്കെ നമുക്ക് കഴിക്കാം. അതൊന്നും ദോഷമുള്ളതല്ല. മറ്റ് മരുന്നുകൾ മിക്കവാറും നമുക്ക് ദോഷം ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ സെക്സിൻ്റെ കാര്യം പറഞ്ഞു വന്നത്. സെക്സ് നമുക്ക് നിഷിദ്ധമല്ല. സെക്സ് അങ്ങനെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. സെക്സിന് ആരോഗ്യമുള്ളവർക്ക് സെക്സിൽ ഏർപ്പെടാം. അത് ഒരു മാസത്തിൽ 1-2 പ്രാവശ്യത്തിലേക്ക് പരിമിതപ്പെടുത്തുക. അവിടെയും ഈ അതിസർവത്ര വർജ്ജയിൽ എന്ന് പറയും. അധികമായ സെക്സ് പലപ്പോഴും ഇപ്പോൾ ആധുനിക
മാധ്യമങ്ങളിലൊക്കെ കാണാം, ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ കാണാം, അങ്ങനെ എത്ര സെക്സിനും അത്രയും ആരോഗ്യം. അങ്ങനെ ആരോഗ്യം ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനൊക്കെ ചേർന്നാണ് ഈ ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്, ബീജമൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. അത് കൂടുതൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കണം വരും ശരീരത്തിൽ. അപ്പോൾ ശരീരത്തിന് ലോസ് ഉണ്ടാവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സാധാരണഗതിയിൽ നമുക്കൊരു നിർദ്ദേശം അനുസരിച്ച് പറയാനുള്ളത് ഒരു 15 ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം, അല്ലെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യം അങ്ങനെയൊക്കെ സെക്സ് ചെയ്യായിരിക്കും നല്ലത്. പിന്നെ കുറച്ച് വാർദ്ധക്യം വന്നാൽ എന്നെ പോലെ തലയൊക്കെ നിറച്ച് വൃദ്ധനായി കഴിഞ്ഞാൽ പിന്നെ അത് കുറയ്ക്കണം. വൃദ്ധസ്ഥ തരുണിയും വിഷം എന്ന് പറയും. വൃദ്ധന്മാരായ ആളുകൾ കൂടുതൽ സെക്സിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ആരോഗ്യത്തിൻ്റെ നാശത്തിനും ആയുസ് കുറയാനും കാരണമെത്തിയിരുന്നു പറയും. അപ്പം അങ്ങനെയുള്ളവർ അത് കുറച്ച് കൊണ്ടുവരിക, അതാണ് നല്ലത്. പക്ഷെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഈ ക്ലാസ് കഴിഞ്ഞ് ഒരു 2-3 മാസം ഇതുമായിട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ യോഗയൊക്കെ ചെയ്ത് ആഹാരം കഴിച്ചു പോയാൽ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ, ഇപ്പോൾ സെക്സിന് പ്രശ്നം ഉണ്ടെങ്കിൽ അത് തീരും. സെക്സിന് താല്പര്യം ഉണ്ടാവാൻ തുടങ്ങും. താല്പര്യം നമുക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പ്രകൃതിക്ക് എതിരല്ല. ഇതൊക്കെ പ്രകൃതിയുടെ ഭാഗമാണ്. അതനുസരിച്ച് നമുക്ക് സന്യാസിമാർക്ക് പാടില്ല എന്ന് പറഞ്ഞേക്കുന്നത്. അതുപോലെയുള്ള രോഗികൾക്കും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാത്തവർക്കും എല്ലാം സെക്സിൽ ഏർപ്പെടാൻ പ്രശ്നമൊന്നുമില്ല. അപ്പം ഇങ്ങനെ പൊതുവായിട്ട് ഇത്തരം ചില കാര്യങ്ങൾ, അതുപോലെ പ്രകൃതിയായിട്ട് പരമാവധി ഇണങ്ങി ജീവിക്കുക. പ്രകൃതിയിൽ നിന്ന് അകലുന്നതാണ് രോഗത്തിന്റെ കാരണം. എത്രത്തോളം നിങ്ങൾ പ്രകൃതിയോട് അടുക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് സുഖം സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആകുന്നത്ര പ്രകൃതിയായിട്ട് യോജിച്ച് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പോലെ ഭക്ഷണം കഴിക്കുക. നിങ്ങൾ എത്രത്തോളം ആഹാരം പാകം ചെയ്യുന്നു അത്രത്തോളം അതിനകത്ത് ന്യൂട്രിയൻസ് നഷ്ടപ്പെട്ടു പോകും. അത്രത്തോളം അത് ഒരു ചവറായിട്ട് മാറും, ടേസ്റ്റ് കൂട്ടുന്നതിട്ട്. അപ്പം എത്രത്തോളം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നോ അത്രത്തോളം പ്രകൃതിയോടെ ഇണങ്ങി ആഹാരം കഴിക്കുക. അതുപോലെ ആകുന്നത്ര അതിനകത്ത് മറ്റ് ടേസ്റ്റ് വർദ്ധിപ്പിക്കാനും സ്മെല്ല് വർദ്ധിപ്പിക്കാനും കുറച്ചു നാൾ ഇരിക്കാനും ഒക്കെ ഉള്ള സാധനങ്ങൾ, സിന്തറ്റിക് സാധനങ്ങൾ ചേർക്കാതിരിക്കുക. ഇങ്ങനെ പോയാൽ നമുക്ക് ആരോഗ്യത്തിൽ ജീവിക്കാൻ സാധിക്കും. ഇതാണ് നമ്മളിലേക്ക് ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക് നൽകാനുള്ള എൻ്റെ ഉപദേശം.